പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറഫ സംഗമത്തെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇസ്ലാമിലെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ ഹജ്ജ് കർമ്മം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അറഫ സംഗമം, അറഫ നൃത്തം. ഈ കർമ്മം നിർവഹിക്കുന്നത് ദുൽഹജ്ജ് 9-നാണ്. അതിനാണ് അറഫ ദിനം എന്നറിയപ്പെടുന്നത്. അറഫ ദിനത്തിൻ്റെ മര്യാദകളും ശ്രേഷ്ഠതകളും വിശുദ്ധ ഖുർആൻ ഹദീസിലും നമുക്ക് ധാരാളം കാണാവുന്നതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബുറൂജിലെ 85-ാം അധ്യായം 2-ാം ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, വൽയൗമിൽ മൗഊദ് വശാഹിദി വമഷ്ഹൂദ്. വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യം തന്നെയാണ് സത്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദിവസം എന്നത് അത് ഖിയാമത്ത് നാളാണെന്നും സാക്ഷ്യം വഹിക്കപ്പെടുന്നത് എന്നത് അറഫ ദിനവും സാക്ഷി എന്നത് ജുംആ ദിവസമാണ് എന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ദീനും പൂർത്തീകരിച്ച ഒരു ദിവസം പോലെയാണ് അറഫ ദിനം എന്നത്. പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മതം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു, മതമായി ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. അറഫ ദിനം പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും ദിവസമാണ്. അന്നേ ദിവസം നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് എന്ന് പറയുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, അറഫയിൽ സമ്മേളിച്ചവരെക്കുറിച്ച് അള്ളാഹു മലക്കളോട് പറയുന്നുണ്ട്, പൊടിപടർന്ന ശരീരവും ജലപിടിച്ച മുടിയുമായി എൻ്റെ ദാസന്മാർ എൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അള്ളാഹു അങ്ങനെ പറയുമ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു പറയുന്നുണ്ട്, അവരെന്തുദ്ദേശിച്ചു കൊണ്ടാണ് ആ അറഫ സംഗമത്തിന് ആ ആഗ്രഹം അവർക്ക് സഫലീകരിച്ചു കൊടുക്കുന്നു. പാപമോചനം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആഗ്രഹം നിറവേറ്റി കൊടുക്കുകയും ചെയ്യും എന്നത് അള്ളാഹു തആല പറയുന്നതാണ്. അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അറഫ സംഭവവും അത് തുടർന്നുള്ള ഹജ്ജ് കർമ്മവും തുടർന്ന് വരുന്ന അയ്യാമ തശ്രീഖും ഒരു മുസ്ലിമിൻ്റെ ആഘോഷമാണ്. അതായത് ബലിപെരുന്നാൾ ആഘോഷിക്കാനുള്ള ദിവസമാണ് എന്നതാണ്. എങ്കിൽ ഹജ്ജ് കർമ്മം ചെയ്യാത്ത മുസ്ലിങ്ങൾക്ക് ആ അറഫ ദിനത്തിൽ, അതായത് ദുൽഹജ്ജ് 9 എന്നാണ് അന്ന് സുന്നത്തായ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ആ നോമ്പിൻ്റെ പ്രത്യേകത എന്നത് 2 വർഷത്തെ പാപം അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണ്. 2 വർഷം കഴിഞ്ഞു പോയ പാപങ്ങളും വരാനിരിക്കുന്ന പാപം എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് അടുക്കാതിരിക്കാൻ ബൈ ചാൻസ് നിങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അതിന് തൗബ ചെയ്ത് മോചനം തേടാനുള്ള ഒരു അവസരവും അള്ളാഹു തരും എന്നതാണ്. ഇത്തരം കാര്യങ്ങൾ മുന്നിട്ട് നിന്ന് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാഴ്ചവെക്കുക. മാത്രമല്ല തക്ബീർ ധ്വനി കൊണ്ട് 5 ദിവസം നമുക്ക് എപ്പോഴും തക്ബീർ ധ്വനി കൊണ്ട് മുഴങ്ങി കേൾക്കണം എന്നും അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്തവ്യങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു സുന്നത്ത് മുമ്പ് അനുസരിച്ച് നമുക്ക് പാപമോചനത്തിന് രക്ഷപ്പെടാനും അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.